നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. എല്ലാവർക്കും ടോപ്പ് 18ലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളായി ജമ്മു കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചിരുന്നു. അതിനിടയിലായിരുന്നു പുഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം. ഇന്ന് രജൌറിയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചു. രജൌരി സെക്ടറിൽ വനത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത ഓപ്പറേഷൻ നടന്നത്. പരിക്കേറ്റ സൈനികരെ ഉധംപൂരിലെ കമാൻഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തെരച്ചിലിനായി കൂടുതൽ സംഘങ്ങളെ മേഖലയിൽ വിന്യസിച്ചു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ PAFF ഏറ്റെടുത്തു. രജൌറി ജില്ലയിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തീവ്രവാദ ആക്രമണം ആവർത്തിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയാണ് വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ. പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും തീവ്രവാദ ഇരകൾക്കും നടത്തിപ്പുകാർക്കുമൊപ്പം ചർച്ച നടത്താൻ കഴിയില്ലെന്നും S. ജയശങ്കർ പറഞ്ഞു. Noting that combating terrorism is a core SCO goal, we must not allow anybody, individuals or states, to hide behind non-state actors. 2. While connectivity is key to progress, it must come with respect for sovereignty and territorial integrity of all member states. Excellencies, I now invite you all for the signing of the documents. The Secretariat is requested to kindly coordinate this activity. Thereafter, I request you all to join me for lunch. This meeting is hereby concluded. Thank you. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഗോവയിൽ പൂർത്തിയായി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ആയിരുന്നു യോഗം. പാകിസ്ഥാൻ, ചൈന, റഷ്യ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ആശ്വാസകരമാകുന്ന റിപ്പോർട്ടിലേക്കാണ് ടോപ്പ് 18 ഇനി പോകുന്നത്. ഓപ്പറേഷൻ കാവേരി ദൗത്യം പൂർത്തിയായി. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഓപ്പറേഷൻ കാവേരിയിലൂടെ 3862 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. 12 ദിവസത്തിനിടെ 4 കപ്പലുകളിലും 14 വിമാനങ്ങളിലുമായാണ് ഇന്ത്യക്കാരെ മോചിപ്പിച്ചത്. ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് സൗദി അറേബ്യയുടെ സഹായം വിലപ്പെട്ടതാണെന്ന് റിയാദിലെ ഇന്ത്യൻ സ്ഥാനപതി സുഹൈൽ അജാസ് ഖാൻ പറഞ്ഞു. അതേസമയം ഇന്നു മുതൽ 7 ദിവസത്തേക്ക് കൂടി വെടിനിർത്തലിന് തത്വത്തിൽ ധാരണയായതായി സുഡാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്തിന് തന്നെ ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടി ടോപ്പ് 18 പങ്കുവയ്ക്കുകയാണ്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായ COVID-19 പാൻഡമിക് അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. കോവിഡ് ഭീഷണി ലോകമെങ്ങും തുടരുന്നുവെന്നും WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ ജീവനു വേണ്ടി പോരാടുകയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. 2020 ജനുവരിയിലാണ് COVID-19 തുടർന്ന് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കേരളത്തിലിപ്പോൾ ഒരു സിനിമയാണ് ചർച്ചാ വിഷയം. ദ കേരള സ്റ്റോറി. വിവാദങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും സിനിമയ്ക്ക് പ്രദർശനം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രദർശനം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ചരിത്ര സിനിമയല്ല, സാങ്കല്പിക സിനിമയെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഇസ്ലാമിന് എതിരെയല്ല, IS-ന് എതിരെയാണ് ചിത്രമെന്നും കോടതി നിരീക്ഷിച്ചു. ഭാവന മാത്രമെന്ന് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കാം എന്നും ടീസർ പിൻവലിക്കാമെന്നും നിർമ്മാതാക്കൾ കോടതിയിൽ സമ്മതിച്ചു. കനത്ത സുരക്ഷയോടുകൂടിയായിരുന്നു സംസ്ഥാനത്ത് പ്രദർശനം. സംസ്ഥാനത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ പ്രദർശനം നടന്നു. ശക്തമായ പ്രമേയം. സിനിമ കൊള്ളാം. എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ മനപ്രയാസമുണ്ട് കണ്ടിട്ട്. പടം നല്ല മൂവിയാണ്. കാരണം നല്ലൊരു മെസ്സേജാണ്. ഒരു പടത്തിന് ഒരു നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം. കാരണം ഒരുപാട് പേര് ഇതിലൊക്കെ ചതിയിൽ പെട്ടിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. യാതൊരു മതസ്പർദ്ധയുടെ ഒന്നുമില്ല ഈ സിനിമ. വെറുതെ ഒരു ഇതുണ്ടാക്കിയതാണ്. ഇവിടെ പ്രശ്നങ്ങളാണ്, അതാണ്. ഇതിനകത്ത് ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. തീർച്ചയായും മുഴുവൻ കേരളീയരും കണ്ടിരിക്കേണ്ട സിനിമയാണിത്.
കേരളത്തിൽ നിന്ന് നടന്നു വരുന്ന സംഭവങ്ങളുടെ നേർചിത്രമാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഒരു സമുദായത്തിനെതിരല്ല, ഒരു മതത്തിനെതിരല്ല. സിറിയയിൽ പോയ 3-4 പെൺകുട്ടികളുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ, അവരെങ്ങനെ മതം മാറ്റപ്പെട്ടു, എങ്ങനെ അതിലേക്ക് ചെന്നെത്തി, അവിടെ ഉണ്ടായ കഷ്ടപ്പാടും അവരത് റിയലൈസ് ചെയ്യുന്നതുമാണ് ഈ സിനിമ. അത് വളരെ നന്നായിട്ട്, വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പടം എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിഞ്ഞൂടെ. എല്ലാവരും സുപ്രീം കോടതിയിൽ പോവുക, ഇത്രയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിയേറ്ററിലേക്ക് സിനിമയ്ക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. കൊച്ചി ഷെനോയ്സ് തിയേറ്ററിന് മുന്നിൽ പ്രദർശനത്തിന് തൊട്ടുമുമ്പ് NCP യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിൽ സിനിമ വലിയ ചർച്ചയാകുമ്പോൾ ദ കേരള സ്റ്റോറി കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ആയുധം ആക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സിനിമയെ പിന്തുണച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ ഇന്ന് ശ്രദ്ധേയമായി. തീവ്രവാദത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്ന സിനിമയെ കോൺഗ്രസ് എതിർക്കുകയാണെന്നും വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഇതെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. കേരളീയ സമൂഹത്തെ തീവ്രവാദം കാർന്നു തിന്നുന്നത് എങ്ങനെയെന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് സിനിമയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आतंकी साजिश पर बनी फिल्म केरला स्टोरी, ये केरला स्टोरी की इन दिनों काफी चर्चा है. कहते हैं केरला स्टोरी सिर्फ एक राज्य में हुई आतंकवादियों की छद्म नीतियों की साजिशों पर आधारित है. देश का इतना खूबसूरत राज्य, जहां के लोग इतने परिश्रमी और प्रतिभाशाली होते हैं, उस केरला में चल रही आतंकी साजिश का खुलासा ये केरला स्टोरी फिल्म में, केरला फाइल्स फिल्म में उसे किया गया है. और देश का दुर्भाग्य देखिए कि कांग्रेस आज समाज को तहस नहस करने वाली इस आतंकी प्रवृत्ति के साथ खड़ी हुई नजर आ रही है. इतना ही नहीं, ऐसी आतंकी प्रवृत्ति वालों से कांग्रेस पिछले दरवाजे से राजनीतिक सौदेबाजी तक कर रही है. कर्नाटका के लोगों को इसलिए कांग्रेस से बहुत ही सावधान रहने की जरूरत है. ബജ്രംഗ് ദളിനെ പോലുള്ള സംഘടനകളെ നിരോധിക്കണമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി പരാമർശിച്ചു. ജയ് ബജ്രംഗ് ബലി എന്ന് വിളിച്ചാണ് മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ദി കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് പറയാൻ താൻ ആളല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ സിനിമ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ആ സിനിമ കണ്ടുകാണും, അതുകൊണ്ടായിരിക്കും അഭിപ്രായം പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചു. What can be my take? I have not seen the movie, and I am not aware of the contents, so I am not in a position to say anything. But if somebody has they are saying that this is a story based on actual. This is a film based on actual stories. They have claimed. If they are claiming that, then I think it is the duty of the government to investigate into the matter and see, what are the things which are reported to the government. Things where some violation of the law, some violation of the rules, norms takes place, then it becomes the responsibility of the government. So if something is being reported, then let the government investigate into it. വിവാദങ്ങൾക്കിടെ കേരളത്തെക്കുറിച്ചുള്ള ട്വീറ്റ് പങ്കുവെച്ച് സംഗീത സംവിധായകൻ AR റഹ്മാൻ. മുസ്ലിം പള്ളിക്കുള്ളിൽ നിലവിളക്കും കതിർ മണ്ഡപവും ഒരുക്കി നടന്ന ഹിന്ദു വിവാഹത്തിന്റെ വീഡിയോ ആണ് റഹ്മാൻ പങ്കുവച്ചത്. മനുഷ്യത്വം, നിരപരാധിത്വവും സാന്ത്വനപ്പെടുത്തുന്നതാകണമെന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ്. കായംകുളം
ചേരാവള്ളി ജുമാ മസ്ജിദിൽ നടന്ന വിവാഹം നേരത്തെ തന്നെ ശ്രദ്ധേയമായിരുന്നു. ക്യാമറയ്ക്ക് പിന്നാലെ കെ ഫോണിലും അഴിമതിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷ ആരോപണം എന്തായാലും കൊട്ടിഘോഷിച്ച് കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കടമ്പകൾ ഏറെ. 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ പോലും കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2017 ആരംഭിച്ച കെ ഫോൺ പദ്ധതിയിലൂടെ 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും 30,000 സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ശൃംഖലയും സജ്ജമാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. കെ ഫോൺ സംവിധാനം 90% പൂർത്തിയായെന്നാണ് അധികൃതരുടെ അവകാശവാദം. എന്നാൽ 16,000-ഓളം സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത്. സൗജന്യ കണക്ഷൻ നൽകാൻ നാടെങ്ങും ലൈൻ വേണമെന്നതാണ് യാഥാർത്ഥ്യം. അതുടൻ സാധ്യമല്ലെന്ന് ബോധ്യമായതോടെ തുടക്കത്തിൽ 14,000 പേർക്ക് മാത്രം സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നായി സർക്കാർ. ഒരു നിയമസഭാ മണ്ഡലത്തിൽ പാവപ്പെട്ട 100 പേർക്കായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി ഭരണാനുമതി ലഭിച്ചത് 1,028.8 കോടി രൂപയ്ക്കാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് 2 വർഷവും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് 7 വർഷവും ഉൾപ്പെടെ 9 വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അടങ്ങുന്ന കൺസോർഷ്യത്തിന് നൽകിയത്. ഇതിനായി നൽകിയ കരാർ തുക 1,531 കോടി രൂപയുടേതാണ്. ഇതിൽ 1,168 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 363 കോടി രൂപ നടത്തിപ്പിനും പരിപാലനത്തിനുമെന്നാണ് കരാർ. പദ്ധതി പൂർത്തീകരിക്കാൻ 500 കോടി രൂപയ്ക്ക് കൂടി ഇനിയും ഭരണാനുമതി ലഭിക്കണമെന്ന് ചുരുക്കം. AI ക്യാമറ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിക്ക് കെ ഫോൺ പദ്ധതിയുമായുള്ള ബന്ധവും വിമർശനങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് മുമ്പിൽ അഭിമാന പുരസ്സരം കാഴ്ചവെച്ച പദ്ധതിയാണ് കെ ഫോൺ. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിപ്പേറെയുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇലന്തൂർ വലിയപട്ടം സ്വദേശി PR പ്രദീപാണ് മരിച്ചത്. CPM ഇലന്തൂർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് വിവരം. ഇന്ന് രാവിലെ മുതൽ പ്രദീപിനെ കാണാനില്ലായിരുന്നു. 3 മണിക്ക് ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിരുന്നു. എന്നാൽ കമ്മിറ്റിക്ക് എത്താതിരുന്നതിനെ തുടർന്ന് പാർട്ടി നേതാക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആറന്മുള പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. റിയാദിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിച്ചു. ഇതിൽ 4 പേർ മലയാളികളാണ് എന്നാണ് വിവരം. ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-നാണ് തീപിടുത്തം ഉണ്ടായത്. മരിച്ചവരിൽ 2 പേർ മലപ്പുറം സ്വദേശികളാണ്. ബാക്കി 2 മലയാളികളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മറ്റു 2 പേർ ഗുജറാത്ത്, തമിഴ്നാട് സ്വദേശികളാണ്. AC-യിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. പത്തനംതിട്ട മലയാലപ്പുഴയിൽ മന്ത്രവാദ കേന്ദ്രത്തിൽ സ്ത്രീകളെ പൂട്ടിയിട്ട സംഭവത്തിൽ വാസന്തി മഠം നടത്തിപ്പുകാരി ശോഭനയും സഹായി ഉണ്ണികൃഷ്ണനും പോലീസിൽ കീഴടങ്ങി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് ഇവർ കീഴടങ്ങിയത്. സംഭവത്തിന് ശേഷം പ്രതികൾ ബന്ധുവീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒളിവിലായിരുന്നു. അനധികൃതമായി തടഞ്ഞുവെക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തതെങ്കിലും പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തി വനത്തിനുള്ളിൽ തള്ളി. കാലടി പാറക്കടവ് സ്വദേശി 26 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ അഖിൽ കാലടി പോലീസിന്റെ പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. അതിരപ്പള്ളി തുമ്പൂർ മൊഴിക്ക് സമീപം വനത്തിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ആതിരയുടെ സുഹൃത്ത് അഖിലിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആതിരയെ കഴിഞ്ഞ 29 മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് അഖിലും ആതിരയും ഒന്നിച്ച് കാറിൽ കയറിപ്പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറഞ്ഞു. ആതിരയുടെ സ്വർണം ഉൾപ്പെടെയുള്ളവ ഇയാൾ വാങ്ങിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇതേ തുടർന്ന് ആതിരയെ വെറ്റിലപ്പാറ തുമ്പൂർ മൊഴിക്കടുത്തെ വനത്തിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അഖിൽ പോലീസിന് മൊഴി നൽകി.
ആതിരയെ ഷോൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അഖിൽ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. തൃശൂരിൽ മരിച്ച ട്രാൻസ്മെൻ പ്രവീൺ നാഥിന്റെ ജീവിത പങ്കാളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രവീണിന്റെ കുടുംബം. പങ്കാളിയിൽ നിന്നും പ്രവീൺ നിരന്തരം മർദ്ദനമേറ്റിരുന്നുവെന്നും മുമ്പും പ്രവീൺ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. ഇതിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച റിഷാന ഐഷുവിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മരിക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതവിടെ ചെയറും കൊണ്ട് തല്ലിയതാണെന്ന് പറഞ്ഞു. പിന്നെ കഴുത്തിൽ ചെയറിൽ കെട്ടിയിട്ടിട്ട് തുണി തുരുക്കിയിട്ട് അവളെ ഉപദ്രവിക്കുകയായിരുന്നു. അത്ര പുറത്ത് പറയുകയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സില്ലാതെ നിൻ്റെ നാണം കെടുത്തും, നിൻ്റെ കുടുംബത്തിന് നാണം കെടുത്തും ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ഡിവോഴ്സ് ആയി എന്നുള്ളൊരു അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനും വായിച്ചതാണ്. അത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. എന്നുവെച്ചാൽ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചു. അതിനനുസരിച്ച് പോസ്റ്റ് വിട്ടു. പക്ഷേ ഇവള് ഭീഷണിപ്പെടുത്തിയിട്ട് അത് തിരുത്തിച്ചാണ്, അല്ലാതെ സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ ചെയ്തതല്ല. പ്രവീൺനാഥിന്റെ ജീവിത പങ്കാളിക്കെതിരെ സഹോദരിയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അവള് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ചെയറും കൊണ്ട് തലക്കടിച്ച് 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 1-2 പ്രാവശ്യം നല്ല വഴക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ശാരീരികമായിട്ട് തന്നെ. പിന്നെ ഒരു പ്രാവശ്യം ചെയറിൽ കെട്ടിയിട്ടിട്ട് വായിൽ തുണി തുരുകിയിട്ട് നല്ല അടിയടിച്ചു എന്ന് പറഞ്ഞു. കയ്യിലും കഴുത്തിലൊക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ മാർക്കും. അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൈബർ ആക്രമണം മാത്രമല്ല, പങ്കാളിയുമായുള്ള പ്രശ്നങ്ങളും പ്രവീൺനാഥിന്റെ ആത്മഹത്യയ്ക്ക് കാരണമാണെന്നാണ് സഹോദരങ്ങൾ പറയുന്നത്. ഇതിനിടെ പങ്കാളി റിഷാന ഐഷുവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് കുന്ദമംഗലത്തിനടുത്ത് ദേശീയപാതയിൽ കാറിന്റെ സൺ റൂഫിന് മുകളിൽ കുട്ടികളെ ഇരുത്തി അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. 3 കുട്ടികളെ മുകളിൽ കയറ്റിയിരുത്തി അമിത വേഗതയിൽ കാർ ഓടിച്ച സംഭവത്തിലാണ് നടപടി. കാറുടമയായ കൊടുവള്ളി സ്വദേശിയെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വിളിച്ചുവരുത്തി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടുവള്ളി MVI അജിൽ കുമാർ പറഞ്ഞു. ടോപ്പ് 18 ഇനി ലഹരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ വാർത്തയിലേക്കാണ് നീങ്ങുന്നത്. സംസ്ഥാനത്തെ 250-ലേറെ സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം വർദ്ധിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ലഹരി മാഫിയയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലെ സ്കൂളുകളിലാണ്. തിരുവനന്തപുരത്തും തൃശൂരിലും സ്കൂളുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകളെ സംബന്ധിച്ച് ഇന്റലിജൻസിന്റെയും എക്സൈസിന്റെയും റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് 250-ലധികം സ്കൂളുകളാണ് ലഹരി മാഫിയയുടെ പിടിയിലമർന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിലാണ് ലഹരി സാന്നിധ്യമുള്ള സ്കൂളുകൾ കൂടുതലുള്ളത്. 39 പ്രശ്നബാധിത സ്കൂളുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. തൃശൂർ ജില്ലയിൽ 28 സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരി വിപണി സജീവമാകുന്ന തലസ്ഥാന ജില്ലയിൽ 25ഓളം സ്കൂളുകളിൽ ലഹരി സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞു. നഗരപരിധിയിൽ കവടിയാർ, വട്ടിയൂർക്കാവ് അടക്കമുള്ള സ്കൂളുകളിലും തീരദേശത്ത് ഭീമാപ്പള്ളി, പെരുമാത്തൂർ അടക്കമുള്ള സ്കൂളുകളിലും ലഹരി കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 22 സ്കൂളുകളിലും ലഹരി മാഫിയ സജീവമാണ്. എന്നാൽ വീര്യമേറിയ ന്യൂ ജനറേഷൻ ഡ്രഗുകൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക്. കഞ്ചാവ്, ഹാഷിഷ്, എഫ്ഡ്രിൻ, മെട്രാക്സ്, കൊക്കൈൻ, ചരസ് എന്നിവയെല്ലാം സുലഭം. എക്സൈസ് പിടികൂടുന്ന ലഹരി മരുന്നുകളുടെ 20 ഇരട്ടിയിലധികം ലഹരി മരുന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒഴുകുന്നത്. വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന പാടില്ലെന്ന് നിയമമുണ്ടെങ്കിലും കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ലഹരിക്കടിമകളായ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പോലീസും എക്സൈസും ഒക്കെ ഉണരുക. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. NCP അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി പിൻവലിച്ച് ശരത് പവാർ. പ്രവർത്തകരുടെയും നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ച് തീരുമാനം പിൻവലിക്കുന്നു എന്ന് ശരത് പവാർ വ്യക്തമാക്കി. ശരത് പവാർ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന് NCP നേതൃയോഗം പ്രമേയം പാസാക്കിയിരുന്നു. മുംബൈയിലെ YB ചവാൻ സെന്ററിൽ വാർത്താസമ്മേളനത്തിൽ വെച്ചാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അതേസമയം വാർത്താസമ്മേളനത്തിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നു. അജിത് ഒഴികെ മറ്റെല്ലാവരും പങ്കെടുത്തു എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പവാർ നൽകിയ മറുപടി. കഴിഞ്ഞ ദിവസം കലാപം പടർന്ന മണിപ്പൂർ സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു എന്ന് സൈന്യം വ്യക്തമാക്കുന്നു.
കലാപബാധിത മേഖലകളിൽ സൈന്യം ഫ്ലാഗ് മാർച്ച് നടത്തുന്നുണ്ട്. മണിപ്പൂരിലേക്കുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ മാറ്റിവെച്ചു. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകിയതിനെ ചൊല്ലിയാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. നിരവധി വീടുകളും ആരാധനാലയങ്ങളും വാഹനങ്ങളും അക്രമികൾ തകർത്തു. സംഘർഷത്തിൽ BJP MLA വുങ് സാഗിൻ വൽത്തയ്ക്ക് ഗുരുതര പരുക്കേറ്റു. കലാപം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്ന സാഹചര്യത്തിലാണ് ഷൂട്ട് അറ്റ് സൈറ്റിന് സർക്കാർ സുരക്ഷാ സേനയ്ക്ക് അനുമതി നൽകിയത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല കേന്ദ്രം ഏറ്റെടുത്തിരുന്നു. സംസ്ഥാനം സമാധാനത്തിലേക്ക് തിരികെ വരികയാണെന്നാണ് സൈന്യത്തിന്റെ പ്രതികരണം. കലാപ മേഖലകളിൽ സൈന്യത്തിന്റെ ഫ്ളാഗ് മാർച്ച് തുടരുകയാണ്. മണിപ്പൂരിലേക്കുള്ള ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട്. സാഹചര്യം മെച്ചപ്പെടും വരെയാണ് നടപടി. 8 ജില്ലകളിലെ നിരോധനാജ്ഞയും തുടരുകയാണ്. സൈന്യത്തിന് പുറമെ വ്യോമസേനാ വിമാനങ്ങളിൽ ദ്രുതകർമ്മസേനയെയും സംസ്ഥാനത്തെത്തിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ബ്രിട്ടൻ കാത്തിരുന്ന സ്ഥാനാരോഹണം നാളെ. ചാൾസ് മൂന്നാമന്റെ കിരീടധാരണ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 70 വർഷത്തിന് ശേഷമാണ് കിരീടധാരണത്തിന് ബ്രിട്ടൻ സാക്ഷ്യം വഹിക്കുക. ഇത് ആദ്യമായി സ്ഥാനാരോഹണ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യും. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ 40ാമത് തലവനായാണ് ചാൾസ് മൂന്നാമൻ ചുമതലയേൽക്കുന്നത്. ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും വേദിയാകും. BCCI പുറത്തിറക്കിയ ലോകകപ്പ് വേദികളുടെ ചുരുക്കപ്പട്ടികയിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഉൾപ്പെട്ടിട്ടുള്ളത്. അഹമ്മദാബാദ്, നാഗ്പൂർ, ബംഗളൂരു, തിരുവനന്തപുരം, മുംബൈ, ഡൽഹി, ലക്നൌ, ഗുവാഹത്തി, ഹൈദരാബാദ്, കൊൽക്കത്ത, രാജ്കോട്ട്, ഇൻഡോർ, ധരംശാല, ചെന്നൈ എന്നീ വേദികളിലാണ് ചുരുക്കപ്പട്ടികയിൽ ഉള്ളത്. പരിശീലന മത്സരങ്ങൾ ഉൾപ്പെടെ ഇവിടെയായിരിക്കും നടത്തുക. ഇവയിൽ 7 വേദികളിൽ മാത്രമായിരിക്കും ഇന്ത്യയുടെ ലീഗ് മത്സരങ്ങൾ ഉണ്ടാകുക. IPL ശേഷമാകും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നന്ദി.